തിരുവോണം ബമ്പർ വിജയിയെക്കുറിച്ചുള്ള സസ്പെൻസ് തീർന്നു. ബമ്പർ അടിച്ചത് ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് എസ് നായർക്കാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ത്രീക്കാണ് ബമ്പർ അടിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ലോട്ടറി ഏജന്റ് ഇക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. എറണാകുളം ജില്ലയിലല്ല, ആലപ്പുഴ ജില്ലയിലാണ് ലോട്ടറി അടിച്ചത്. നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത്. നെട്ടൂരിൽ പെയിന്റ് കടയിലെ ജോലിക്കാരനാണ് ശരത് എസ് നായർ. ലതീഷിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത്. ബമ്പർ അടിച്ചത് ശരത് നായറാണ് എന്ന് തെളിഞ്ഞത് ശരത് ടിക്കറ്റ് ബാങ്കിൽ ഏൽപ്പിച്ചതോടുകൂടിയാണ്. തുറവൂരിലെ തൈക്കാട്ടുശ്ശേരിയിലെ SBI ബ്രാഞ്ചിലാണ് ടിക്കറ്റ് ഏൽപ്പിച്ചത്. നെട്ടൂരിലെ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കിയ വിവരം ശരത് തന്നെയാണ് അറിയിച്ചത്. 2 ദിവസം രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു ശരത് എസ് നായർ. വീട്ടുകാരെ മാത്രമായിരുന്നു വിവരം അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം കേരളമാകെ ഈ ഭാഗ്യവാനെ തിരഞ്ഞു നടന്നിരുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ശരത് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശരത്തിന്റെ പ്രതികരണം കിട്ടിയിട്ടുണ്ടോ? മനുഷ്യ, നമ്മളിപ്പോഴുള്ളത് ശരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിപ്പോൺ പെയിന്റ് ഔട്ട്ലെറ്റ് ആണ്. അത് ഇവിടുത്തെ ഗോഡൌൺ മാനേജറാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ശരത്ത് ഈ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആരാണ് ഭാഗ്യശാലി എന്നുള്ള തിരച്ചിലായിരുന്നു. നമ്മൾ ഓരോരുത്തരും കേരളം ഒട്ടാക്കെ അങ്ങനത്തെ തിരച്ചിലായിരുന്നു. എന്തായാലും അതിനിപ്പോൾ വിരാമമായിരിക്കുകയാണ്. ആ ഭാഗ്യശാലി ആരാണെന്നുള്ളത് ശരത്ത് തുറവൂർ സ്വദേശിയാണ്. ആലപ്പുഴ തുറവൂർ സ്വദേശിയാണ്. തുറവൂർ തൈക്കാട്ടുശ്ശേരിയിലെ SBIയിലാണ് ശരത്ത് ഭാഗ്യക്കുറി സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷമാണ് ശരത്താണ് എന്നുള്ള വിവരം പറയുന്നത്. ഒരു പക്ഷേ 2 ദിവസം ഈ ബാങ്ക് അവധിയൊക്കെ ആയിരുന്നത് കൊണ്ട് ആ ഒരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ മാനിച്ചിട്ടായിരിക്കും. എന്തായാലും ശരത്ത് ജോലി ചെയ്തിരുന്ന ഈ നിപ്പോൺ പെയിന്റ് ഔട്ട്ലെറ്റിലെ ഇവിടുത്തെ അഡ്മിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, രാഹുൽ. അദ്ദേഹം കൂടുതൽ അത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ശരത്തിനായിരുന്നു ആള് ശനിയാഴ്ചയാണ് ടിക്കറ്റ് എടുത്തെന്നുണ്ട്. രാവിലെ ആളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല, പ്രൈസ് അടിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ വന്നു. ഞാനാണ് ആദ്യം എത്തിയത്. പിന്നെ ആളെത്തി ഓഫീസിൽ. പിന്നെ ആളെ എന്നോട് പറഞ്ഞായിരുന്നു ഇത്തിരി നേരത്തെ പോകണം, ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടെന്നോ. ശരി, പോയിട്ട് വരാമെന്ന് ഞാനും പറഞ്ഞു. അവിടെ ചെന്ന് ടിക്കറ്റ് ഹാജരാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഞങ്ങൾ അറിയണത്. ഈ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴും അറിഞ്ഞില്ല. ഇടയ്ക്ക് പോകാറുണ്ട്, ബാങ്കിൽ പോകാറുണ്ട്, കമ്പനിയുടെ ആവശ്യത്തിനും ആളുടെ പേഴ്സണൽ ആവശ്യത്തിനും പോകാറുണ്ട്. അദ്ദേഹം 12 വർഷമായിട്ട് ഇവിടെ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശനിയാഴ്ചയാണെന്ന് അല്ലേ പറഞ്ഞത്? ശനിയാഴ്ച. ഇപ്പൊ ഈ ഒരു ഇത്രയും നിമിഷത്തിനകത്ത് ഒരു സൂചന തന്നിട്ടില്ലേ? കാരണം ശനിയാഴ്ച ഈവനിങ്ങിനല്ലേ നറുക്കെടുപ്പ് കഴിഞ്ഞത്. പിന്നെ സൺഡേ മുടക്കല്ലേ. പിന്നെ ഇന്നല്ലേ എല്ലാവരും വരുന്നത്. ശനിയാഴ്ചയാണോ അദ്ദേഹം ടിക്കറ്റ് എടുത്തത്? ശനിയാഴ്ച ആള് മുന്നേ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 3-4 ദിവസം മുന്നേ എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. പിന്നെ ആള് പറഞ്ഞിട്ടില്ല, അടിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരും പറഞ്ഞിട്ടില്ല. രാവിലെ അറിഞ്ഞേ, നിങ്ങൾ വന്നപ്പോൾ അറിഞ്ഞത്. എത്ര കാലമായി അദ്ദേഹം ഇവിടെ? 10 വർഷത്തിന് മേലെ ഇവിടെ വർക്ക് ചെയ്യണം. എന്ത് പോസ്റ്റിലാണ്? ഗോഡൌൺ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് മഞ്ജുഷ, ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ശരത്ത്. ഈ പറയുന്നത് പോലെ ഇവരാരും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് അദ്ദേഹം ഇവിടെ ഓഫീസിൽ വന്നിട്ട് പോയതാണ്. ഇവിടുത്തെ ഗോഡൌൺ മാനേജറാണ് നിപ്പോൺ പെയിന്റ്സിന്റെ ഈ ഔട്ട്ലെറ്റിന്, നെട്ടൂരിലെ ഔട്ട്ലെറ്റിന്റെ ഗോഡൌൺ മാനേജറാണ്. അതേ ഇവിടുത്തെ തന്നെ അഡ്മിൻ രാഹുലാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ഇവരാരും ഇങ്ങനെ ഒരു കാര്യം അറിയുന്നില്ല. അല്ലെ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഇവരൊക്കെ അറിഞ്ഞത്. അതായത് ശരത്ത് ബാങ്കിൽ ഈ ലോട്ടറി സബ്മിറ്റ് ചെയ്തു എന്നുള്ള വിവരം സുഹൃത്തുക്കൾ വഴിയാണ് ഇവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും അദ്ദേഹം രാവിലെ ഓഫീസിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ എത്തിയ ശേഷമാണ് ഈ ബാങ്കിൽ പോകേണ്ടെന്ന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് ഭാഗ്യക്കുറിയുമായി പോയി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളം കാത്തിരുന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരമാവുകയാണ്. നെട്ടൂർ സ്വദേശി ഈ ലതീഷിന്റെ കയ്യിൽ നിന്നും, നെട്ടൂരിലെ ഏജന്റ് ലതീഷിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിന് ഈ നെട്ടൂരിലെ തന്നെ പെയിന്റ് കടയിലെ ജീവനക്കാരനായ ശരത് നായർക്കാണ് ആ ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നത്. തുറവൂർ സ്വദേശിയാണ് അദ്ദേഹം. തുറവൂരിലെ തൈക്കാട്ടുശ്ശേരി SBIയുടെ തൈക്കാട്ടുശ്ശേരി ബ്രാഞ്ചിലാണ് ഈ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മഞ്ജുഷ്, ശരത് എസ് നായർ പറയുന്നത് ഇത് അപ്രതീക്ഷിതമായി തനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ആദ്യമായിട്ടാണ് ഓണം ബമ്പർ എടുക്കുന്നത്. ഒരു ടിക്കറ്റ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഇത് കടയിൽ അറിയിച്ചിരുന്നില്ല, ഇത് വീട്ടുകാരെ അറിയിച്ചിരുന്നു എന്നാണ്. ബാങ്കിൽ ടിക്കറ്റ് നൽകിയതിന് ശേഷം ഇത് പരസ്യപ്പെടുത്താം എന്ന് കരുതിയിരുന്നതാണ്. അതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത് എന്നും ശരത്ത് പറയുകയാണ്. വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഓൺലൈനിലൊക്കെ നോക്കി, ലോട്ടറി നമ്പർ ഒത്തുനോക്കി, അങ്ങനെ ലോട്ടറി അടിച്ചു എന്ന കാര്യം ഉറപ്പിക്കുകയായിരുന്നു. 2 ദിവസം ശരത്ത് ഇത് ആരെയും അറിയിക്കാതെ വീട്ടിൽ മാത്രം പറഞ്ഞ് മറച്ചു വെച്ചു എന്നുള്ളതാണ്. ആരും അറിഞ്ഞില്ല. എല്ലാവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആർക്കാണ്
തിരുവോണം ബമ്പർ അടിച്ചത് എന്ന്. അതിനിടെയാണ് ലോട്ടറി വിൽപ്പനക്കാരനായ ലിജീഷ് പറഞ്ഞത് നെട്ടൂരിൽ തന്നെയുള്ള ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചത് എന്ന്. അതും അദ്ദേഹം സംശയരൂപേണയായിരുന്നു പറഞ്ഞത്. ആ സ്ത്രീ വീട് പൂട്ടി പോയിരിക്കുകയാണ് എന്നും പറഞ്ഞിരുന്നു. നെട്ടൂര് വിട്ട് പോയിട്ടില്ല, നെട്ടൂരിൽ തന്നെ ഉള്ളയാൾക്കായാണ് ടിക്കറ്റ് വിറ്റത് എന്നുള്ള കാര്യവും ലോട്ടറി ഏജന്റ് പറഞ്ഞിരുന്നു. പക്ഷേ നെട്ടൂരിന് അടുത്ത് തന്നെയുള്ള തുറവൂരിലാണ് ഈ ഭാഗ്യവാൻ ഉണ്ടായിരുന്നത്. ആലപ്പുഴ ജില്ലയിലെ തുറവൂരിലാണ് ഭാഗ്യവാൻ. തൈക്കാട്ടുശ്ശേരി SBI ബ്രാഞ്ചിൽ ടിക്കറ്റ് ഹാജരാക്കി. ഇതോടുകൂടിയാണ് ഇത് ലോകം അറിഞ്ഞത്. ഇന്ന് രാവിലെയും പെയിന്റ് കടയിൽ ജോലിക്കായിട്ട് ശരത് എത്തിയിരുന്നു. പക്ഷേ പെയിന്റ് കടയിലെ മറ്റുള്ളവരെ ഈ വിവരം അറിയിച്ചിരുന്നില്ല. ബാങ്കിൽ പോവുകയാണ് എന്ന് പറഞ്ഞാണ് പെയിന്റ് കടയിൽ നിന്ന് പോയത്. ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കിയപ്പോഴാണ് അറിയുന്നത് 25 കോടി അടിച്ചിരിക്കുന്നത് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ ശരത് S നായർക്കാണ് എന്ന കാര്യം. ആജ്ഞ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളെ. ആജ്ഞ, ഇപ്പോൾ ഈ ഏജന്റ് ലിനീഷിനെ അദ്ദേഹത്തിന്റെ പ്രതികരണം കിട്ടിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് നെട്ടൂർ പെയിന്റ് കടയിൽ തന്നെയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തു കൂടി എബി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എബി അറിഞ്ഞത് എപ്പോഴാണ്? അല്ല, ഞാൻ ഇന്ന് കാലത്താണ് അറിഞ്ഞത്. ശരത് അറിയിച്ച ശേഷം നിങ്ങളെല്ലാവരും അറിഞ്ഞ സമയത്ത് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. ആള് കാലത്ത് വന്നു, നേരത്തെ തന്നെ പോയി. അപ്പോ ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് പോയി. അനിയനും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആള് പോയി, അത്ര ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ ശേഷമാണ് പോയത്. എന്നെ കാലത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ വരണം, എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതപ്പോ ഞാൻ നേരത്തെ കൊണ്ട് വന്നു, മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതിനുശേഷം ഇവിടുന്ന് പോയ ശേഷം പിന്നീട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുമല്ലോ ചെയ്തു. ഇപ്പൊ ജസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല? ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. കിട്ടുന്ന ആൾക്ക് മനസ്സിലായി. ഇപ്പൊ ഫോട്ടോ ഒക്കെ ഇപ്പൊ വന്നതല്ല. ഞാനിപ്പോ ഒരു 1.5 കൊല്ലം പറയും. അപ്പൊ ആള് ഇവിടെ ഒരു 10 കൊല്ലായി. സ്ഥലത്താട്ട് ഇവിടെ 10 കൊല്ലായി. കാരണം രാവിലെ ഇവിടെ എത്തിയ ശേഷം അദ്ദേഹം പോവുകയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ജീവനക്കാർ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന ആരും അറിഞ്ഞിരുന്നില്ല, വീട്ടുകാരും മാത്രമായിരുന്നു അറിഞ്ഞിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഏജന്റ് ലതീഷ് ഒരു സ്ത്രീക്കാണ്, അതല്ലെങ്കിൽ INTUC ഒരു തൊഴിലാളിക്കാണ് എന്നുള്ള ഊഹങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 800 ടിക്കറ്റ് അധികം വിറ്റ ഒരാളാണ്. ചിലപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പമായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊന്നുമല്ല, വളരെ രഹസ്യമായി വെച്ചിരിക്കുന്ന. കാരണം മുൻപുണ്ടായിട്ടുള്ള ഈ ബമ്പർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിട്ടുള്ള കുറെ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കാം ആളുകൾ ഇത്തരത്തിൽ വളരെ രഹസ്യമായി ഇത് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് എന്ന് വേണം പറയാൻ. അതിപ്പം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെയും അതല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവരുടെ കണ്ണിൽപ്പെടാതെയും ഒക്കെ അവർ ഈ വളരെ രഹസ്യമായിട്ട് ഈ ലോട്ടറി ബാങ്കിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങൾക്ക് ലോട്ടറി അടിച്ചത് ഇപ്പം കഴിഞ്ഞ ദിവസം ആ ഏജന്റ് ലതീഷ് പറഞ്ഞത് അനുസരിച്ചിട്ട് 1 കോടി മുൻപ് അദ്ദേഹത്തിന് 1 കോടി രൂപ കൂടിയുടെ ഒരു ലോട്ടറി കൂടി അടിച്ചിരുന്നു ഒരു 3 മാസം മുൻപ്. ഇതുവരെയും അത് ആരാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ മാറുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ തിരുവനന്തപുരം സ്വദേശി അനൂപിനുണ്ടായ ദുരനുഭവങ്ങളൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് ആയിരിക്കാം ഇങ്ങനെ ആളുകൾ വളരെ രഹസ്യമായിട്ട് വെക്കുന്നത്. മാത്രമല്ല അപരിചിതരായ ആളുകൾ ഉൾപ്പെടെ പണം ചോദിച്ചു ചെല്ലുന്ന സാഹചര്യമൊക്കെ മുൻപ് ഈ ബമ്പർ അടിച്ചിട്ടുള്ള ആളുകൾക്കും ലോട്ടറി അടിച്ചിട്ടുള്ള ആളുകൾക്കും ഒക്കെ എടുത്ത് വെറുതെ കിട്ടുന്ന പണമല്ലേ, തങ്ങൾ കൂടി തന്നാൽ എന്താന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ആളുകൾക്കുള്ളത്. എന്തായാലും ശരത് എസ് നായരുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. ലോട്ടറി അടിച്ച കാര്യം ആദ്യം വിശ്വസിച്ചിരുന്നില്ല, പിന്നെ അത് ഉറപ്പിക്കുവാനുള്ള ശ്രമം നടന്നു, പിന്നെ ഓൺലൈനിലൊക്കെ നോക്കി ഉറപ്പിച്ചു. അനിയനോട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്ന് ശരത് പറയുന്നു. വീട്ടിലുള്ള അച്ഛൻ, അമ്മ, പിന്നെ ഭാര്യ, മക്കൾ, ഇവരാണ് ശരത്തിനുള്ളത്. ഇത് വീട്ടിൽ പറഞ്ഞിരുന്നു, പക്ഷേ മറ്റാരോടും ഇത് പറഞ്ഞിരുന്നില്ല. വീട്ടുകാരും ആരെയും അറിയിച്ചിരുന്നില്ല. ബാങ്കിൽ പോലും ലോട്ടറി ടിക്കറ്റുമായി ചെന്നപ്പോഴാണ് അവർ അറിയുന്നത്. ബാങ്കുകാരെയും വിളിച്ചു പറഞ്ഞിരുന്നില്ല. അക്കൗണ്ടുള്ള ബാങ്കായിരുന്നു, അവിടെയും പക്ഷേ പറഞ്ഞിരുന്നില്ല. പെയിന്റ് കടയിലെ ആരോടും ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. രാവിലെ സാധാരണ പോലെ പെയിന്റ് കടയിൽ പോയി, അവിടെ പോയിട്ട് ബാങ്കിൽ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ശരത്ത് മടങ്ങിയത്. ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ബാങ്കിൽ ഹാജരാക്കിയതിന് ശേഷം പറയാം എന്ന് കരുതി, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചതൊന്നുമല്ല എന്നാണ് ശരത്ത് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും ഒരു രീതിയിലൊരു ആസൂത്രണം ചെയ്തൊന്നുമല്ല ഇത് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ആരാണ്
തിരുവോണം ബമ്പർ ഭാഗ്യവാൻ എന്ന വിവരം അന്വേഷിച്ച് നടത്തുന്ന സമയത്താണ് തൊട്ടടുത്ത് തന്നെ ശരത് എസ് നായർ എന്നയാൾ ഉണ്ടായിരുന്നു. ഭാഗ്യവാൻ തുറവൂർ എന്ന സ്ഥലത്താണ്. ആലപ്പുഴ ജില്ലയിൽ ഈ ടിക്കറ്റ് വാങ്ങിയ നെട്ടൂരിന്, എറണാകുളം ജില്ലയിലെ നെട്ടൂരിന് അടുത്ത് തന്നെയാണ് തുറവൂർ എന്ന സ്ഥലവും. പെയിന്റ് കടയിലേക്ക് പോകുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് എടുത്തതാണ്. സാധാരണ അങ്ങനെ സ്ഥിരമായിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളല്ല, അപ്രതീക്ഷിതമായിട്ട് എടുത്തതാണ്. ഇതേ ലിജീഷിന്റെ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വാങ്ങുകയായിരുന്നു. ലോട്ടറി അടിച്ച വിവരം അപ്പോൾ തന്നെ ബമ്പർ നറുക്കെടുക്കുന്ന സമയത്ത് തന്നെ അറിഞ്ഞിരുന്നു. പക്ഷേ അത് പിന്നീട് ഉറപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും 2 ദിവസം ഇക്കാര്യം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്, ഈ ശരത്തിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് ആരും അറിഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം. അത് മാത്രമല്ല, വേറൊരാൾക്കാണ് ഓണം ബമ്പർ അടിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. അത് ലോട്ടറി ഏജന്റും ആ രീതിയിൽ പറഞ്ഞിരുന്നു. അതാണ് ഇതിലൊരു സസ്പെൻസ് കൂട്ടുകയും ഇത് ആർക്കാണ് എന്നുള്ള കാര്യം, ഇന്ന് ബാങ്കിൽ ആരാണ് ടിക്കറ്റുമായി വരുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് തുറവൂർ സ്വദേശിയായ ശരത് എസ് നായർ ബാങ്കിൽ ലോട്ടറി ടിക്കറ്റ് ഏൽപ്പിച്ചത്.